ഹായ് ഗൈസ്, അപ്പം നമ്മുടെ ബർത്ത്ഡേ വ്ലോഗിലേക്ക് എല്ലാവർക്കും. അപ്പം നമ്മൾ തമ്പാനൂർ പത്മനാഭൻ്റെ മണ്ണിൽ ഞങ്ങളുടെ തിരുവനന്തപുരത്ത് ഞങ്ങൾ എത്തി ഗൈസ്. മമ്മിയൊക്കെ എത്തുന്നേ ഉള്ളൂ. ഇവിടെ ഒരു ടൂറിസ്റ്റ് ഹോം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഗൂഗിൾ നോക്കിയിട്ട്. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം. ബർത്ത്ഡേ ബോയ് ബർത്ത്ഡേ ഗേളിനെ നോക്കി നിൽക്കുകയാണ്. തുറക്കണില്ലേ? ഗിഫ്റ്റ് കാണണ്ടേ? വാൾനട്ട്, അത് വാൾനട്ട് ഭയങ്കര ഇഷ്ടമല്ലേ? ആൽമണ്ട്. ഇത് എന്തിനാന്ന് മനസ്സിലായോ? എന്തിനാണ് ഇത്? പൈസ കിട്ടുമ്പോ നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാനാണോ? ഇനി മക്കൾക്ക് പൈസ കിട്ടുമ്പോൾ മക്കൾ എവിടെ കൊണ്ട് വയ്ക്കും? വീട്ടിലല്ല, ഇതിനകത്ത് വയ്ക്കും. അയ്യോ, ഇഷ്ടപ്പെട്ടോ? നോക്കിയേ, എങ്ങനെയാ ഇത് ഇടുന്നത്? ഇതിനകത്തേക്ക് ഉള്ളു. ഇഷ്ടപ്പെട്ടോ? ഇന്ന് അച്ഛനൊരു ഉമ്മ തന്നെ കെട്ടിപ്പിടിച്ചിട്ട്. ഹാപ്പി ബർത്ത്ഡേ അമ്മണി. ഇത് അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ. മക്കൾ വീട്ടിൽ കൊണ്ട് വയ്ക്കണേ. അച്ഛനും അമ്മയും ചൈന ബോർഡറിൽ പോയപ്പോ എടുത്തതാ. നമുക്കിനി പിസ്സ കഴിക്കാൻ പോണ്ടേ? ബിരിയാണി കഴിക്കാൻ പോണ്ടേ? അത് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണം. അങ്ങനെയല്ല, അത് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളത്. അച്ഛൻ കാണിച്ചു തരാം. ഇത് കൊള്ളാവോ? നമുക്ക് മൂന്നാൾ കൂടെ നിന്ന് എടുക്കണ്ടേ? ഈ പുതിയ ഉടുപ്പൊന്നും ഇല്ലേ കണ്ണാ? അയ്യോ, അച്ഛൻ പുതിയ ഉപ്പ് മേടിച്ചു തരാം. ഗൈസ്, അപ്പം ഇഷാൻ മമ്മി എത്തിയിട്ടുണ്ട്. ദേ കുഞ്ഞ് ഇഷാനി എത്തിയിട്ടുണ്ട്. എവിടെ ഇഷാനി? സ്മൈൽ പ്ലീസ്. വെൽക്കം പറഞ്ഞേ. നേരെ പറഞ്ഞ വെൽക്കം. വെൽക്കം പറഞ്ഞോ? നേരെ പറയാൻ. അവളാകെ ഇളകി നിൽക്കുക ഞങ്ങളെ കണ്ടിട്ട്. ചിരിച്ചോണ്ട് നമ്മുടെ ഓട്ടോക്കാരൻ ചേട്ടൻ ഷംനാഥ് ബ്രോ, പുള്ളിയാണ് ഇന്നത്തെ സാരഥി നമ്മുടെ. പോവാം ഷംനാഥ് ബ്രോ. അപ്പം നമ്മുടെ ബർത്ത്ഡേ വീഡിയോയുടെ ആദ്യത്തെ അമ്പലം ഉദിയന്നൂർ ദേവീക്ഷേത്രം. അമ്പലത്തിൻ്റെ സ്റ്റോറി ഒന്നും എനിക്കറിയില്ല. മമ്മിയുടെ കുടുംബക്ഷേത്രം എന്നാണ് പറയുന്നത്. ഇത് ഇഷാനിയും ഞാനും ഞങ്ങളുടെ മോലേഷു ഉമ്മ തന്നെ അച്ഛന് ഉമ്മയില്ലേ? അയാളെ അവൾക്ക് വാ തൊഴുതിട്ട് കഴിച്ചു. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് ഇറങ്ങി. അയാളും ഇഷും പെണ്ണീന് വരുന്നേ ഉള്ളൂ. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. അവളുടെ ഏറ്റവും വലിയ ഹോബി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ചന്ദനം ഇട്ട് തരിക എന്നതായിരുന്നു. അല്ലെങ്കിൽ എന്താ പറയുക, കാണുന്ന എല്ലാ സ്ഥലത്തും ചന്ദനം ഇട്ട് തരിക. അത് അവളുടെ ഹോബി. അവൾ എന്ത് സ്മൈൽ പ്ലീസ്. അപ്പോൾ നമ്മൾ ആറ്റുകാൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്തി. തൊഴുതിറങ്ങി. ഇഷാനി പിണങ്ങിയിരിക്കുകയാണ്. ഇഷാനി പിണങ്ങി. ഇഷാനിക്ക് ബലൂൺ വാങ്ങി കൊടുക്കത്തില്ല. ഇഷാനി ബലൂൺ വേണമെങ്കിൽ അച്ഛൻ്റെ അടുത്ത് വരും. ബലൂൺ വേണോ വേണ്ടയോ? ഞാൻ പോയി നീ ഇരിക്കാം, എന്നെ കണ്ടുകൊടുക്കാം. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുതിറങ്ങി ഗൈസ്. ഭയങ്കര തിരക്കാണ്. നട അടയ്ക്കുന്നതിന് 2 മിനിറ്റ് മുന്നേ അല്ലടാ നമുക്ക് തൊഴാൻ പറ്റിയത്. ഓൾമോസ്റ്റ് അവിടെ ഉച്ചപൂജ എന്തോ തുടങ്ങാൻ സമയമായി. ഇഷാനി പിണങ്ങിയിരിക്കുക. ഇഷാനിക്ക് വേണ്ടത് ബലൂണ്, പക്ഷെ ബലൂൺ വാങ്ങിച്ച് കൊടുക്കത്തില്ല. അപ്പോൾ നമ്മൾ ആറ്റുകാൽ അമ്പലത്തിലൊക്കെ തൊഴു. ഇഷാനി അമ്പലത്തിൽ കണ്ടോ? തൊഴുതോ? നന്നായിട്ട് തൊഴുതോ? ചിരിച്ച് നന്നായിട്ട്. വല്ല അവളൊക്കെ വരുത്തിച്ചിരിക്കുന്നുണ്ടോ? ഇച്ചിരി ഉമ്മ തന്നെ. ഈ ചിരിക്കുന്നത് എന്തിനാണ്? ഐ ലവ് യു. അപ്പോൾ നമ്മളിപ്പം ഏറ്റവും മാതാവിൻ്റെ ഫ്രണ്ടില്ല വേണ്ട. ഇഷാനിയെ സ്മൈൽ പ്ലീസ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടോ രാമേ? വെട്ടുപാട് എനിക്ക് എല്ലാ തോന്നത്തും പോലെ ഭയങ്കര പീസ്ഫുള്ളാണ്. നല്ല സമാധാനമാണ്. ഇവിടെ വന്ന് മാതാവിനെ കണ്ട് തൊഴുമ്പോൾ ചെയ്യണ്ടേ. നമ്മൾ ക്രിസ്മസിൻ്റെതായ സംഭവങ്ങളൊക്കെ എന്തൊക്കെ നടക്കുന്നുണ്ടല്ലേ, സ്റ്റോളുകളും ഒക്കെ ആയിട്ട്. ഇഷ്യൂ സ്മൈൽ പ്ലീസ്. ഫോട്ടോ എടുത്തോളൂ. എനിക്ക്
ഫോട്ടോ ഫോട്ടോ എടുക്കലോ. ഇതാരൊക്കെയാ? അച്ഛനും ഇഷാനിയോ? അമ്മ ഇതിനകത്തേക്ക് വെക്കണം. ഇട്ടേ ഫസ്റ്റ് അച്ഛൻ്റെ വക നിർമ്മ തന്നെ. ഹാപ്പി ആയോ? ഇത് അമ്മയുടെ വക, ഇത് മമ്മയുടെ വക. എല്ലാവർക്കും ആയി. ഇവിടെ പ്ലീസ്. നിങ്ങൾ കേട്ടല്ലോ, ഇഷാനിയുടെ വക ഇൻട്രൊഡക്ഷൻ ആയിരുന്നു അല്ലേ ഇഷുവേ? ഇത് നമ്മുടെ മമ്മി, ഇത് കായി. ഇഷുവേ ഐ ലവ് യു. നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോകും ഗൈസ്. സോ ഇതാണ് നമ്മുടെ കേക്ക് ബ്രോസ്. നിങ്ങൾ നോക്ക്, ബർത്ത്ഡേ ബോയ് ഇവിടെ ഉണ്ട്. ബർത്ത്ഡേ ഗേൾ ഇതാ ഇവിടെ ഇരിക്കുന്നു. ഹലോ, ഹാപ്പി ബർത്ത്ഡേ. എൻ്റെ അടുത്താണ്, എൻ്റെ ബർത്ത്ഡേ അല്ല, നിങ്ങളുടെ രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. താങ്ക് യു. നമ്മുടെ കേക്ക് എന്തായാലും ഈശാനിയുടെ ഇഷ്ടപ്രകാരമുള്ള റെയിൻബോ കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അണയണില്ല. ഇഷ്ടപ്പെടോ? അങ്ങനെ ഒരുമിച്ച് അഞ്ചാമത്തെ അല്ലേ? അച്ഛനോട് കേക്ക്, അച്ഛന് കൊടുക്ക. അച്ഛനോട് കേക്ക് തന്നെ. പിന്നെ പിന്നെ കത്തി കുത്തി കൊടുക്കും. ഒരു സെക്കൻഡ്. മക്കളെ വായിൽ എവിടെ? അമ്മയ്ക്കും വെച്ചെടുത്തിരി. എവിടെ? വീടരുതേ, ഇവിടെ വെച്ച് സ്പൂൺ വെച്ച് കഴിക്കേ. കഴിച്ചോ. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് കൂട്ടുകാരെ. നമ്മുടെ റെയിൻബോ കേക്ക് ഇപ്പൊ ഈ അവസ്ഥയിലായി. അടിപൊളിയാ. എവിടെ? ഇങ്ങോട്ട് നോക്കൂ. ബ്രോ എടുത്താൽ മതി ബ്രോ പ്ലീസ്. ഇല്ല നിങ്ങൾ ഇല്ല അവിടെ അത്ര പേര് നിങ്ങൾക്കില്ല. ഇല്ല നിങ്ങൾ എടുത്തോ. ഞങ്ങൾ ഒരാൾ ഇവര് മാത്രമേ ഉള്ളൂ. അടിപൊളി കേക്ക്, സൂപ്പറാണ്. നല്ല കേക്ക്, നല്ല കേക്കാണ്. ഞാൻ റെഡ് വെൽവെറ്റ് നിർത്തിയതുകൊണ്ട് ഇതിലേക്ക് പോയാലോ ആലോചിക്കാം. പക്ഷെ അത് ഇതുപോലെ എവിടുന്ന് മേടിക്കണം ഗൈസ്. അപ്പം നമ്മുടെ ബർത്ത്ഡേ വ്ലോഗ് ഇവിടെ കൊണ്ട് കഴിഞ്ഞു. കേക്ക് ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളി കേക്കായിരുന്നു. കാരണം ഞങ്ങൾ രണ്ടുപേരും ഇത്രയും പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. ലവ് യു ഓൾ. ബൈ.